ഹലോ, നമ്മൾ 30 ഡേയ്സ് ബേബി ഔട്ട്ഫിറ്റ് ചലഞ്ചിലത്തെ 6ാമത്തെ ഡ്രസ്സാണ് കേട്ടോ ഇത് കാണിക്കുന്നത്. ഇതേപോലത്തെ ഒരു യോക്ക് ഫ്രോക്കാണ് കേട്ടോ. സിമ്പിളായിട്ടുള്ള യോക്ക് ഫ്രോക്ക്. ഇതുപോലെ നമ്മൾ ഫ്രോക്കിൻ്റെ എൻഡിലും അതേപോലെ തന്നെ ഈ യോക്ക് പോർഷനിൽ നമ്മളിതുപോലെ ലേസൊക്കെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സ്ലീവിലൊന്നും ലേസ് അറ്റാച്ച് ചെയ്തിട്ടില്ല. അതുപോലെ ബാക്കിൽ ഇതുപോലെ ചെറിയൊരു ഓപ്പണിങ് കൊടുത്തിട്ടുണ്ട്. നമുക്കിവിടെ ഹുക്കോ പ്രസ് ബട്ടൺ അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഒരു 3 വയസ്സായ കുട്ടിയുടെ മെഷർമെൻറ്റിലാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ കട്ടിങ് എങ്ങനെ നോക്കാം കേട്ടോ. സിമ്പിളാണ്. ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിതിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും കഴിഞ്ഞ് കിട്ടും കേട്ടോ. കാരണം ഇതിലധികം സ്റ്റിച്ചിങ്ങും കട്ടിങ്ങൊന്നും വരുന്നില്ല. അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്യാൻ നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ യോക്ക് ഫ്രോക്കിൻ്റെ കട്ടിങ് എങ്ങനെ നോക്കട്ടെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്ക് യോക്ക് പോർഷൻ കട്ട് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു 11.5 ഇഞ്ച് ലെങ്ത്തും അതേപോലെ തന്നെ ഒരു 11.5 ഇഞ്ച് വിടുത്തുമുള്ള ഒരു പീസ് കട്ട് ചെയ്ത് 2 പീസ് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ വിടുത്ത് അതുപോലെ 11.5, അതേപോലെ തന്നെ ലെങ്ത്തും 11.5 കേട്ടോ. അപ്പോൾ നമുക്ക് 2 പീസാണ് വേണ്ടത്. ഇപ്പോൾ ഇതിൽ 2 പീസ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് നമുക്കത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇതിന് ശേഷം ഇതിപ്പോൾ 2 പീസാണുള്ളത്. ഇതിനെ ഇതേപോലെ ഒന്നുകൂടെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതുപോലെ വെച്ചിട്ട് ഇങ്ങനെ ഒന്നുകൂടെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ അതിനെ വീണ്ടും ഇങ്ങോട്ടേക്ക് ഫോൾഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഈ രീതിക്ക് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ഫോൾഡ് ഭാഗം നമ്മുടെ ഭാഗത്തേക്ക് വരുന്ന രീതിയിൽ ഇതേപോലെ വെച്ച് കൊടുക്കുക. അതിൻ്റെ ശേഷം നെക്കിൻ്റെ ലെങ്ത്തും വിഡ്ത്തും മാർക്ക് ചെയ്ത്, അപ്പോൾ ഞാനിവിടെ ഒരു 2 ഇഞ്ച് കേട്ടോ നെക്കിൻ്റെ വിഡ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അതേപോലെ തന്നെ നെക്കിൻ്റെ ലെങ്ത്തും ഒരു 2 ഇഞ്ചാണ് കേട്ടോ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇതിന് നമുക്കൊരു റൗണ്ട് ഷേപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഇതുപോലെ നെക്ക് റൗണ്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇവിടുന്ന് ഇങ്ങോട്ടേക്കൊരു 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. ആ 3.5 തന്നെ ഓരോ ഭാഗങ്ങൾ ഇങ്ങനെ ഗ്യാപ്പിട്ടിട്ട് ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇത് മൊത്തം ഇങ്ങനെ റൗണ്ട് ചെയ്തിട്ട് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നെക്കിൻ്റെ ഭാഗം അതേപോലെ തന്നെ ഈ റൗണ്ട് ഭാഗം കട്ട് ചെയ്ത് മാറ്റി കേട്ടോ. അതുപോലെ തന്നെ ഈ റൗണ്ട് പോർഷൻ കട്ട് ചെയ്തെടുക്കുക. ശേഷം നമ്മൾക്ക് നിവർത്തി കഴിഞ്ഞതാണ് ഇതേപോലെ 2 പീസായിട്ടോ കിട്ടുക. 2 പീസിൻ്റെ ഒരു ഭാഗം നമുക്ക് ഈ സെൻറ്റർ ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാൻ കേട്ടോ. ഇതേപോലെ വെച്ചിട്ട് നമുക്ക് ഇവിടെ ഒരു കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. 2 പീസിൻ്റെ ഇത് ബാക്ക് സൈഡിലേക്കാണ്. ആ കട്ട് ചെയ്ത പീസ് നമുക്ക് ഇതുപോലെ ബാക്ക് സൈഡിലേക്കാണ് കേട്ടോ വരിക. അപ്പോൾ നമ്മുടെ യോക്കിൻ്റെ കട്ടിങ് കഴിഞ്ഞോട്ട് ഇനി സ്കേർട്ട് പോർഷനാണ് കട്ട് ചെയ്യുള്ളത്. ബാക്ക് സൈഡിലേക്കാണ് വരിക. ഇതേപോലെ നമ്മൾ യോക്കിൻ്റെ കട്ടിങ് കഴിഞ്ഞു. ഇനി സ്കേർട്ട് പോർഷനാണ് കേട്ടോ കട്ട് ചെയ്യുന്നത്. പോർഷന് വേണ്ടി ഞാൻ അതുപോലെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ മെറ്റീരിയൽ. അതിന് ശേഷം ഒന്ന് ഈ സൈഡ് ഒന്ന് ലെവൽ ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അതിന് ശേഷം ഇതിൻ്റെ ലെങ്ത്ത് വന്നിട്ട് 19.5 ലെങ്ത്ത് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ കിട്ടുന്ന ഫുൾ ലെങ്ത്ത് ഞാൻ എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ വിഡ്ത്ത് വന്നിട്ട് ഒരു 32 വിഡ്ത്ത് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ 2 പീസാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ സ്കേർട്ട് പോർഷൻ ഉള്ളത്. അതിന് ശേഷം ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ശേഷം ഇവിടുന്ന് ഒരു 2.25 ഇഞ്ച് ഇവിടുന്ന് ഒരു 2.5 ഇഞ്ച് ആം ഹോൾ വരച്ചു കൊടുക്കട്ടെ. താഴേക്കും അതേപോലെ തന്നെ ഒരു 2.5 ഇഞ്ച്
അതൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. ഇതിന് ചെറിയൊരു സ്ലീവ് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ജസ്റ്റ് ഒന്ന് ഫ്രില്ലിട്ടിട്ട് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ ലെങ്ത്ത് വന്നിട്ട് ഒരു സ്ലീവിൻ്റെ 19 ഇഞ്ച്, 19 to 20. അപ്പോൾ ഞാനൊരു 20 ഇഞ്ച് ലെങ്ത്ത് എടുക്കുന്നുണ്ട് കേട്ടോ. അതായത് സ്ലീവിൻ്റെ ലെങ്ത്ത് അല്ല, ഈ ക്ലോത്തിൻ്റെ ലെങ്ത്ത് കേട്ടോ. ഞാനതൊന്ന് ഇവിടെ ഷേപ്പ് ചെയ്ത് കൊടുക്കട്ടെ. അതിന് ശേഷം ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കട്ടോ. അതിന് ശേഷം നമുക്ക് ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ഞാൻ ഇതാക്കുന്നുണ്ട്. കാരണം ഇതിലിപ്പോൾ 2 സ്ലീവ് ഉണ്ട്. ഞാനിപ്പോൾ ഇത് 3 ഇഞ്ച് ലെങ്ത്താണ് കേട്ടോ സ്ലീവിൻ്റെ വരുന്നത്. വിട്ത്താണ് നമ്മൾ നേരത്തെ 19 വരെ. അത് തുണിയുടെ ലെങ്ത്താണ് കേട്ടോ നേരത്തെ പറഞ്ഞത്. അപ്പോൾ ഇതേപോലത്തെ 2 പീസാട്ടോ വേണ്ടത് സ്ലീവിന്. ഇതൊരു പീസ്, ഇതൊരു പീസ്. ഇതിൻ്റെ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ലെങ്ത്ത് 19ഉം അതുപോലെ വിട്ത്ത് വരുന്നത് ഇതിലിപ്പോൾ 3.5 ഉണ്ട്. 3 ഇഞ്ചാണ് കേട്ടോ നമ്മൾ എടുക്കുന്നത്. ഇതേപോലെ മടക്കി ഒരുമിച്ച് വെച്ച് കൊടുത്തിട്ട് 3 ഇഞ്ച് താഴേക്ക് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതേപോലെ ഒരു 3 ഇഞ്ച് ഇതേപോലെ മാർക്ക് ചെയ്തിട്ട് സ്ട്രൈറ്റ് ലൈൻ കൊടുക്കട്ടോ വേണ്ടത്. നമ്മൾ ഈ എക്സ്ട്രാ പീസ് കട്ട് ചെയ്ത് മാറ്റിക്കളയാം കേട്ടോ. അതിന് ശേഷം നമ്മൾ സ്ലീവ് ഇതുപോലെ വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മുടെ സ്കേർട്ട് പോർഷനില്ലേ അത് ഇതിന് മുകളിലേക്ക് ഇതേപോലെ വെച്ച് കൊടുക്കുക. ഈ സ്ലീവിൻ്റെ സ്ലീവ് ഇതുപോലെ 2 എണ്ണം ഇതുപോലെ മടക്കി വയ്ക്കുക. അതിന് ശേഷം ഇതേപോലെ നമ്മൾ സ്കേർട്ട് പോർഷൻ ഫോൾഡ് ചെയ്തിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക കേട്ടോ. അതിന് ശേഷം നമ്മൾ ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക ചെയ്യുന്നത് സ്ലീവിന്. നമ്മൾ കട്ടിങ് ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ. ഇത് സ്കേർട്ട് പോർഷൻ വരുന്നത്, അതുപോലെ ഇത് യോക്ക് പോർഷൻ, ഇത് സ്ലീവ്. നമ്മൾ യോക്ക് പോർഷന് ഇതേപോലെ നല്ല വശം അടിഭാഗം ഇതുപോലെ വെച്ച് കൊടുക്കുക. അതിന് ശേഷം അതിൻ്റെ മുകളിൽ രണ്ടാമത്തെ പോർഷൻ കൂടി വെച്ച് കൊടുക്കുക. ഇതേപോലെ കറക്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക കേട്ടോ എല്ലാ ഭാഗങ്ങളും. അതിൻ്റെ ശേഷം ഇങ്ങനെ സ്റ്റിച്ച് കൊടുക്കണ്ട കേട്ടോ. ഇതേപോലെ വന്നിട്ട് ഇങ്ങനെ വന്നിട്ട് ഇതുപോലെ റൗണ്ട് ചെയ്തിട്ട് ഇതേപോലെ വന്നിട്ട് ഇവിടെ സ്റ്റിച്ച് നിർത്തുക കേട്ടോ. ഇവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്ത് വന്നിട്ട് ഇങ്ങനെ വന്നിട്ട് ഇവിടെ സ്റ്റിച്ച് നിർത്തുക കേട്ടോ. എന്നിട്ട് നമ്മളിത് ഇവിടെ ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് മറിച്ചെടുക്കുക ചെയ്യുക. അതേപോലെ തന്നെ ഇവിടുന്നും ഇങ്ങനെ ചുറ്റുഭാഗം സ്റ്റിച്ച് ചെയ്യട്ടോ. എന്നിട്ട് ഇവിടെ കൊടുന്ന് സ്റ്റോപ്പ് ചെയ്യട്ടോ. ഇവിടെ മാത്രം സ്റ്റിച്ച് ചെയ്ത് ബാക്കി നമ്മൾ ഈ റൗണ്ടും കംപ്ലീറ്റ് ചെയ്യണം, ഈ റൗണ്ടും കംപ്ലീറ്റ് ചെയ്യണം, ഈ ഒരു സൈഡും സ്റ്റിച്ച് ചെയ്യണം കേട്ടോ. അതേപോലെ തന്നെ നമ്മൾ സ്കേർട്ട് പോർഷൻ്റെ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുക കേട്ടോ. കുഞ്ഞു പ്ലീറ്റ്സ്, കുഞ്ഞു ഫ്രില്ല്. സ്കേർട്ട് പോർഷൻ നമ്മൾ ചെയ്യാതെ കുഞ്ഞു ഫ്രില്ല് കേട്ടോ. ഫുള്ളായിട്ട് കുഞ്ഞു ഫ്രില്ല് ഇട്ട് കൊടുക്കുക. ഇതിലും ഇട്ട് കൊടുക്കുക. അതേപോലെ തന്നെ ഈ ഭാഗത്തും ഇട്ട് കൊടുക്കുക കേട്ടോ. കുഞ്ഞു ഫ്രില്ല് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുക. അതേപോലെ തന്നെ സ്ലീവിലും നമ്മൾ കുഞ്ഞു ഫ്രില്ല് ഇട്ട് കൊടുക്കുക കേട്ടോ ചെയ്യുന്നത്. അതേപോലെ ഫുള്ളായിട്ട് ഫ്രില്ല് ഇട്ട് കൊടുക്കുക കേട്ടോ സ്ലീവിലും. അപ്പോൾ ഞാൻ ഈ യോക്ക് പോർഷൻ ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, റൗണ്ടിൽ ഫുള്ളായിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ ഫുള്ളായിട്ട് റൗണ്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടെ ഫുള്ളായിട്ട് കുഞ്ഞു കട്ടുകൾ ഇട്ട് കൊടുക്കുന്നിട്ട് ഇതിനെ മറിച്ചെടുക്കട്ടെ ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ എല്ലാ ഭാഗങ്ങളും ഇങ്ങനെ ഗ്യാപ്പിട്ടിട്ട് നമ്മൾ ഓരോ കട്ടുകൾ കൊടുക്കുക കേട്ടോ. ഞാനിവിടെ ഫുള്ളായിട്ട് കട്ടിട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ റൗണ്ടിലും അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തും ഇങ്ങനെ കട്ടിട്ടെടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മളിതിന് മറിച്ചെടുക്കുകയാണ് കേട്ടോ വേണ്ടത്. ഇതേപോലെ പുറത്തേക്ക് ഇതുപോലെ പീസ് മറിച്ചെടുക്കുക വേണ്ടത്. മറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം നമ്മൾ ഈ ഒരു ഭാഗം ഇതുപോലെ ഒന്ന് ഉള്ളിലേക്ക് നല്ല നീറ്റാക്കിയിട്ട് വെച്ചിട്ട് ഇവിടെ ഒന്ന് മടക്കി അടിക്കുക കേട്ടോ.
ഉള്ളിലേക്ക് ഇതൊക്കെ തയ്യൽ തുമ്പ് ഉള്ളിലേക്ക് പോകുന്ന രീതിയിൽ നല്ല നീറ്റാക്കിയിട്ട് മടക്കി കൊടുക്കുക കേട്ടോ. അതിന് ശേഷം നമ്മൾ ഇവിടെ ഒരു സ്റ്റിച്ച് കൊടുക്കുക. അത് ബാക്ക് പോർഷനിലേക്ക് വരുന്നത്. അപ്പോൾ നമ്മളിവിടെ ഒരു ബട്ടൺസ് എന്തെങ്കിലും കൊടുക്കുക ചെയ്യുക കേട്ടോ. അതിന് ശേഷം ഇതേപോലെ ഒരു ലേസ് എടുത്ത് ഫുള്ളായിട്ട് റൗണ്ട് ചെയ്തിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് വരിക കേട്ടോ. ഇതേപോലെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. ലേസ് കംപ്ലീറ്റ് റൗണ്ട് ചെയ്തിട്ട് ഇതുപോലെ വെച്ചിട്ട് ഇതിന് മുകളിൽ കൂടെ ഒരു സ്റ്റിച്ച് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു സൈഡും ഉൾഭാഗത്തൊക്കെ വെച്ചിട്ട് നല്ല നീറ്റാക്കിയിട്ട് ഇവിടെ ഒരു സ്റ്റിച്ച് കൊടുക്കുക. പിന്നെ നമുക്ക് ഇവിടെ ഒരു ബട്ടൺ എന്തെങ്കിലും കൊടുക്കാതെ കേട്ടോ ബാക്ക് സൈഡിൽ. അത് ഞാൻ ഇപ്പോൾ കൊടുക്കണില്ല. അപ്പോൾ നമ്മുടെ യോക്ക് പോർഷൻ ഇവിടെ ഞാനിവിടെ ലേസൊക്കെ അറ്റാച്ച് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ ഫുള്ള് ലേസ് അറ്റാച്ച് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു പോർഷന് അതേപോലെ തന്നെ ഈ ഒരു ഭാഗം ഞാനിവിടെ ജസ്റ്റ് ഒന്ന് ഇവിടെ നമുക്ക് ലോക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇനി ഇവിടെ ഒരു ബട്ടൺസ് എന്തെങ്കിലും വെച്ച് കൊടുക്കുക, പ്രസ് ബട്ടൺ അങ്ങനെ എന്തെങ്കിലും വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതിന് ശേഷം ഇപ്പോൾ നമ്മൾ യോക്കിൻ്റെ ഭാഗം ക്ലിയർ ആയിട്ടോ. അതിൻ്റെ ശേഷം എന്താ വെച്ചാൽ നമ്മൾ സ്കേർട്ട് പോർഷൻ ഇവിടെ ലോങ് സ്റ്റിച്ച് ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇതിലേക്ക് പ്ലീറ്റ്സ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് എടുക്കുക വേണ്ട. അപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിതൊന്ന് ഒരു നൂലിനെ മാത്രം എടുത്തിട്ട് ഇതേപോലെ നമ്മൾ ഒരു നൂലിനെ വലിച്ചെടുക്കുക. എന്നിട്ട് ആ നൂലിനിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കട്ടെ വേണ്ടത്. കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സുകളാക്കിയിട്ട് ഇതുപോലെ കയറ്റി ഇട്ട് കൊടുക്കട്ടെ വേണ്ടത്. ഇതുപോലെ നമ്മൾ ഈ ഒരു പോർഷനിലേക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് എടുക്കട്ടെ. അപ്പോൾ 2 പീസ് ഞാൻ ഇതുപോലെ പ്ലീറ്റ്സ് റെഡിയാക്കി എടുക്കട്ടെ കേട്ടോ. സ്കേർട്ട് പോർഷൻ്റെ 2 ഭാഗം ഇതുപോലെ പ്ലീറ്റ്സ് ശരിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം നമ്മൾ ഈ യോക്ക് പോർഷൻ്റെ ഇപ്പോൾ ബാക്ക് സൈഡാണ് ആദ്യം അത് കറക്റ്റ് ചെയ്തിട്ട് സെൻറ്റർ പോർഷൻ കറക്റ്റ് ചെയ്തിട്ട് വെക്കണം കേട്ടോ. അതായത് നമ്മൾ ഇതുപോലെ മടക്കി കൊടുക്കുക. എന്നിട്ട് സെൻറ്റർ മടക്കിയിട്ട് സെൻറ്റർ കറക്റ്റ് അല്ലേ എന്നുള്ളത് ചെക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ കറക്റ്റായിട്ട് ഞാൻ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ശേഷം നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്യുക. 3 to 2.5 എങ്ങനെയൊക്കെയും കുഴപ്പമില്ല. നമ്മളിതുപോലെ ഇവിടേക്ക് ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തു നിന്ന് ഇങ്ങോട്ടേക്ക് 3 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതില്ലേ ആ ഈ 3 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്തത് താഴെ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിന് ശേഷം ഇതിനെ ഇതുപോലെ നിവർത്തി വെച്ചിട്ട് നമ്മൾ പ്ലീറ്റ്സ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ പ്ലീറ്റ്സ് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. കറക്റ്റ് ഇതിൻ്റെ ഒപ്പം ഇതുപോലെ വെച്ചിട്ട് നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതായത് പൊട്ടവശത്ത് നല്ല വശത്താണ് നമ്മൾ ലേസ് വെച്ചിരിക്കുന്നത്. അപ്പോൾ പൊട്ടവശത്താണ് കേട്ടോ. ഇതുപോലെ തുണി വെച്ച് കൊടുക്കുക. അതിന് ശേഷം ഇതിൻ്റെ നല്ല വശം ഇതേപോലെ നല്ല വശം ഇതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് ജസ്റ്റ് ഇത് ഒറ്റ സ്റ്റിച്ച് ഇങ്ങനെ കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ കറക്റ്റാണ്. ഈ ഹാം ഹോളിൻ്റെ കട്ടിങ് വന്നിട്ടില്ല. അതിൻ്റെ അവിടേക്ക് ഈ നമ്മൾ 3 ഇഞ്ച് മാർക്ക് ചെയ്തില്ല അതും, അതേപോലെ തന്നെ ഈ സൈഡത്തെ ഹാം ഹോളിൻ്റെ അവിടേക്ക് നമ്മൾ ഈ കട്ട് ചെയ്തിട്ടുള്ള ഇതും കറക്റ്റ് ആക്കണം കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടുത്തെ പ്ലീറ്റ്സിനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് കൊടുക്കുക. അതേപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡും ഇതേപോലെ നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു ഭാഗത്ത് വെച്ച് കൊടുക്കുക കേട്ടോ. ഇതേപോലെ നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള ആ പോർഷൻ്റെ അവിടെ ഇതേപോലെ വെച്ചിട്ട് നമ്മൾ ഇത് കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതിന് മുന്നേ നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്യാണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, ഇവിടുത്തെ ഒരു ഗ്യാപ്പ്, അതായത് ഇവിടെ മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു ഗ്യാപ്പ് നമ്മൾ ഒരു ഗ്യാപ്പ് എത്ര ഉണ്ട് നോക്കാം കേട്ടോ. അപ്പോൾ എനിക്കവിടെ കിട്ടിയിട്ടുള്ള കറക്റ്റ് 6.5 ഇഞ്ചാണ് ഈ ഗ്യാപ്പ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ആ 6.5 ഇഞ്ചിലേക്ക് നമ്മൾ ഈ പ്ലേറ്റ്സിനെ കറക്റ്റ് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. ഇവിടുത്തെ ഈ പ്ലേറ്റ്സ്, അതായത് സ്ലീവിൻ്റെ നമ്മളിതുപോലെ കുഞ്ഞു കുഞ്ഞു പ്ലേറ്റ്സ് കൊടുത്തിട്ടില്ല, ആ ഒരു പ്ലേറ്റ്സ് കറക്റ്റ് 6.5 ഇഞ്ചിലേക്ക് നമ്മൾ മെഷർ ചെയ്തിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ അത് നല്ല നീറ്റാക്കിയിട്ട് ഇപ്പോൾ ഇത് ഞാൻ നൂലിട്ടിട്ട് ഇതാക്കി എടുക്കുകയാണ്. അപ്പോൾ അത് നല്ല നീറ്റാക്കിയിട്ട് എല്ലായിടത്തേക്കും ഓരോ രീതിയിലേക്ക് ആക്കിയിട്ട് കറക്റ്റ് 6.5 ഇഞ്ച് ഇവിടെ ആക്കി കൊടുക്കുക. അതിൻ്റെ ശേഷം നമ്മൾ ഈ ഒരു പീസിനെ ഇവിടെ നിന്ന് മാറ്റുക. അതിപ്പോൾ നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നില്ല, അത് മാറ്റി വെക്കുക. അതിന് ശേഷം ഇതേപോലെ നമ്മളുടെ കണ്ടില്ലേ, ഇതുപോലെ നമ്മുടെ ഈ ഒരു ഭാഗത്തു നിന്ന് ഇങ്ങനെ ഒരു സ്റ്റിച്ച് കൊടുക്കുക. ഇവിടുത്തെ ഗ്യാപ്പ് എന്ന് പറയുന്നത് കറക്റ്റ് 6 തന്നെ ആയിരിക്കണം കേട്ടോ. എന്നിട്ട് അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്തും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കുക കേട്ടോ. ഈ സ്ലീവിന് നമ്മൾ ഈ 6.5 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് ബോഡി പാർട്ടിൽ നമ്മൾ നോർമലായിട്ട് സ്ലീവ് അറ്റാച്ച് ചെയ്യുന്ന പോലെ സ്ലീവ് അറ്റാച്ച് ചെയ്യുക. അറ്റാച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഈ ചെരിച്ച് കട്ട് ചെയ്തിട്ടുള്ള ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ, ഇതും കറക്റ്റ് ചെയ്തിട്ട് വെക്കുക. ഈ ഒരു റൗണ്ട് ഭാഗം 6.5 ഇഞ്ച് വരണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ മറിക്കുമ്പോൾ ഇതാ ഇവിടെയാണ് സ്ലീവിൻ്റെ എൻഡ് വശം വരിക, ഇവിടെയാണ് നമ്മളുടെ, അതായത് ഈ യോക്ക് പോർഷനിൽ നമ്മളിതുപോലെ വെച്ച് കൊടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടണം കേട്ടോ. അപ്പോൾ ആ രീതിയിൽ 2 സൈഡും സ്ലീവ് നമ്മൾ അറ്റാച്ച് ചെയ്തിട്ട് ഫസ്റ്റ് വരിക. അതിൻ്റെ ശേഷമാണ് നമ്മൾ ഈ യോക്ക് പോർഷൻ നമ്മൾ ബോഡി പാർട്ടുമ്പോൾ വെച്ച് അറ്റാച്ച് ചെയ്തെടുക്കുന്നത് കേട്ടോ.
അപ്പോൾ നമ്മൾ ബോഡി പാർട്ടിൽ ഇതുപോലെ സ്ലീവ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫ്രണ്ട് പോർഷൻ, ബാക്ക് സൈഡ്, അതുപോലെ തന്നെ സ്ലീവ് അറ്റാച്ച് ചെയ്ത് ഞാനിവിടെ ജസ്റ്റ് ഒന്ന് പ്ലീറ്റ്സ് ഇട്ട ഒരു ഭാഗത്ത് നന്നായി നൂലെടുക്കുന്നുണ്ട്. ഞാൻ അവിടെ നിന്ന് ഓവർലോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം നമ്മൾ നേരത്തെ അടയാളപ്പെടുത്തിയ യോക്ക് പോർഷൻ ഉണ്ടല്ലോ, അതുപോലെ വെച്ച് കൊടുക്കുക കേട്ടോ, സെൻറ്റർ ഭാഗം. അപ്പോൾ നമ്മൾ ഇതേപോലെ, അതായത് നമ്മൾ സ്ലീവ് അറ്റാച്ച് ചെയ്തിട്ടുള്ള ഈ എൻഡ് ഭാഗം ഉണ്ടല്ലോ, ആ എൻഡ് ഭാഗം ഇതേപോലെ നമ്മുടെ ബോഡി പാർട്ടിൽ നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത് നേരത്തെ വെച്ചില്ലേ അതേപോലെ തന്നെ വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ഭാഗം, അതായത് ഇവിടെ വരണം കേട്ടോ. അപ്പോൾ ഇതുപോലെ വെച്ചിട്ട് നമ്മൾ ഫുള്ളായിട്ട് അറ്റാച്ച് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ സ്ലീവിൻ്റെ ഇവിടെ ഒരു അകലം 6 ഇഞ്ച് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നില്ലേ, പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഭാഗം ഇതേപോലെ വെച്ചിട്ടിട്ട്, അപ്പോൾ നമുക്ക് എവിടെയെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും. പക്ഷേ മാർക്കിങ് കറക്റ്റ് ആവണം കേട്ടോ. അതായത് നമ്മുടെ സ്ലീവിൻ്റെ ഇവിടെ നമ്മൾ ജോയിൻ്റ് ചെയ്ത ഭാഗം, അതുപോലെ നമ്മൾ ഈ മാർക്കിങ്ങും കറക്റ്റ് ആവണം. അതേപോലെ തന്നെ ഇവിടെ നമ്മൾ ജോയിൻ്റ് ചെയ്തിട്ടില്ലേ സ്ലീവ് ജോയിൻ, അത് ഈ മാർക്കിങ് കറക്കണം. അപ്പോൾ ഇവിടെ വല്ല ഡിഫറൻസും കാര്യങ്ങളും നമ്മൾ പ്ലീറ്റ്സ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അതുപോലെ തന്നെ സ്ലീവിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും വ്യത്യാസം നമ്മൾ പ്ലീറ്റ്സ് അഡ്ജസ്റ്റ് ചെയ്യുക. പക്ഷേ നമ്മൾ ഈ ആം ഹോളിൻ്റെ ഭാഗം നമ്മൾ മാർക്ക് ചെയ്തത് 2 ഭാഗം ഒരേപോലെ വന്നാലാണ് കറക്റ്റായിട്ട് വരുള്ളൂ കേട്ടോ. അപ്പം ഇതിങ്ങനെ റൗണ്ട് ചെയ്തിട്ട് നമ്മൾ പുറത്ത് കൂടെയാണ് നല്ല വശത്ത് കൂടെ സ്റ്റിച്ച് ചെയ്യുക. ബാഡായിട്ടുള്ള ഭാഗത്ത് നമ്മൾ നല്ല വശത്താണ് ലേസ് വെച്ചിരിക്കുന്നത്, നേരത്തെ ഞാൻ കാണിച്ചത് അതേപോലെ തന്നെ ഇതേപോലെ റൗണ്ട് ചെയ്തിട്ട് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് വരും കേട്ടോ. ഞാനത് റൗണ്ട് ചെയ്തിട്ട് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. സ്ലീവിൻ്റെ ഭാഗം അതേപോലെ തന്നെ ഈ ഒരു പോർഷനൊക്കെ ഞാൻ ഫുള്ളായിട്ട് റൗണ്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിൻ്റെ സൈഡ് വശം ജോയിൻ ചെയ്യുക. അപ്പോൾ സ്ലീവിൻ്റെ എൻഡ് വശത്ത് വേണമെങ്കിൽ ലേസ് കൊടുക്കുക. അപ്പോൾ ഞാൻ ലേസ് കൊടുക്കണം കേട്ടോ. ഞാൻ ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ട് ഇനി ടോപ്പിൻ്റെ എൻഡ് വശത്തായിട്ട് കൊടുക്കണം. അപ്പോൾ ഇതേപോലെ നമ്മൾ മറിച്ചിട്ടതിൻ്റെ ശേഷം ഇതിൻ്റെ ആം ഹോളിൻ്റെ ഭാഗം കറക്റ്റ് ചെയ്ത് വെച്ചിട്ട്, നമ്മൾക്ക് ഇതിന് ഷേപ്പ് ഇല്ലാത്ത ഡ്രസ്സാണ്, അപ്പോൾ ഇത് കറക്റ്റ് ചെയ്തിട്ട് ഒരു ഇഞ്ചൊക്കെ വെച്ചിട്ട് നമുക്ക് ഇതേപോലെ ഷേപ്പ് ചെയ്തെടുക്കാം കേട്ടോ. അതിൻ്റെ ശേഷം ഇതിൻ്റെ എൻഡ് വശം മടക്കി അടിക്കുക ചെയ്യണം. എന്നിട്ട് മുകളിൽ കൂടെ വെറുതെ ജസ്റ്റ് ഞാൻ ലേസ് വെക്കണുള്ളൂ. അപ്പോൾ ഞാൻ ഫസ്റ്റ് സൈഡ് കൂട്ടി അതേപോലെ തന്നെ അടിഭാഗം ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് കൊണ്ടുവരാം കേട്ടോ. ഞാനിപ്പോൾ ഇതുപോലെ ഇത് കംപ്ലീറ്റ് സൈഡ് കൂട്ടി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ എൻഡ് വശം മടക്കി അടിച്ചിട്ടുണ്ട്. ഇനി ബാക്ക് സൈഡിൽ നമുക്കൊരു ഹുക്ക് കൊടുക്കാണ്ട്, അപ്പോൾ ഒന്നെങ്കിൽ പ്രസ് ബട്ടണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറുതായിട്ട് എന്തെങ്കിലും കൊടുക്കണം കേട്ടോ. പിന്നെ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത്, ഇവിടെ ഓൾറെഡി ഇനി സ്റ്റിച്ച് ചെയ്തു ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിൽ കൂടെ ജസ്റ്റ് ഒന്ന് ലേസ് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഈ രീതിക്കാട്ടോ വെച്ച് കൊടുക്കുന്നത്. ഇതേപോലെ ഫുള്ളായിട്ട് ജസ്റ്റ് ഒന്ന് ലേസ് വെച്ചിട്ട് ഇതിന് മുകളിൽ കൂടെ സ്റ്റിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഹൈഡ് ചെയ്ത രീതിയിലൊന്നും സ്റ്റിച്ച് ചെയ്യണില്ല. ഇപ്പോൾ ഞാൻ മുകളിൽ വീതി കുറഞ്ഞ ലേസായ കാരണം ഇതേപോലെ ഞാൻ മുകളിൽ കൂടെ വെച്ചിട്ട് കംപ്ലീറ്റ് ഞാൻ മുകളിൽ വെക്കണില്ല, ഈ ഒരു പോർഷൻ മാത്രമായിട്ട് വെക്കണുള്ളത്. ഈ മുകളിലത്തെ പോർഷൻ മാത്രം ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ഞാൻ ഇതുപോലെ ഫുള്ളായിട്ട് റൗണ്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയായിട്ട് ചെയ്യുന്നത് അതുപോലെ. അപ്പോൾ സ്ലീവിൻ്റെ എൻ്റെ വശത്ത് ഇതുപോലെ വെച്ച രസം ഉണ്ടാകും, പക്ഷേ ഞാൻ സ്ലീവിൻ്റെ എൻഡിൽ വെക്കുന്നില്ല. അപ്പോൾ ഓൾറെഡി യോക്ക് പോർഷനിൽ വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ ഈ എൻ്റെ വശത്തും കൂടി ലേസ് വെച്ചിട്ട് വരാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഫ്രോക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ. അപ്പോൾ അത് കംപ്ലീറ്റ് കഴിഞ്ഞ് എൻ്റെ വശത്ത് ഇതുപോലെ ഞാൻ ലേസൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ ഫുള്ളായിട്ട് ലേസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. എത്ര ഇനി ബാക്കിൽ ഞാൻ ബട്ടൺ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ, അത് ചെയ്യാണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഈ യോക്ക് പോർഷനിൽ ഇവിടെ ഫ്ലവറോ കാര്യങ്ങൾ എന്തെങ്കിലും കൊടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ഇനി ഇതുപോലെ ഒരു ലേസ് എടുത്തിട്ട് ഞാൻ വെറുതെ ഒരു കുഞ്ഞ് പോലെ വെച്ചിട്ട് നമുക്കിത് തുന്നേണ്ട ആവശ്യമില്ല, അത് ഗ്ലൂ വെച്ചിട്ട് ഇതുപോലെ ഒട്ടിച്ച് കൊടുത്താലൊക്കെ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. നെക്ക് ഭാഗത്ത് ഇതുപോലെ ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഞാനിത് ചെയ്യണത് അത് ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രം ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വെച്ച് കൊടുക്കണുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് 7000ൻ്റെ ഗ്ലൂ വെച്ചിട്ട് ഇതുപോലെ ഇവിടെ അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ സിമ്പിളായ രീതിയിൽ ചെയ്തേക്കണം, ഇനി വേറെ ഒന്നും ഞാനിത് ചെയ്യണില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ.